പ്രതികരിക്കാൻ നാരായണൻ വെളിയങ്കോട് ഇടതുപക്ഷ നിരീക്ഷകൻ എസ്.വി. അർഷുൽ അഹമ്മദ്, കെ.എം.സി.സി. സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി വർഗീസ് പുതുക്കുളങ്ങര, ജനറൽ കൺവീനർ OICC കുവൈത്ത് എന്നിവർ ചേരുന്നു. ആദ്യം അർഷുൽ അഹമ്മദിലേക്ക്. അർഷുൽ അഹമ്മദ്, ലീഗ് പറയാതെ പറയുന്നത് പൊന്നാനിയിലെ വോട്ട് ചോർച്ച കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി വോട്ട് മറിച്ച് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തു എന്ന് തന്നെയല്ലേ? മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വിഭാഗം ആളുകൾ വ്യാപകവും ആസൂത്രിതവുമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരായി രംഗത്ത് വരാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും അങ്ങനെയാണ് എന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭൂരിപക്ഷത്തിന്റെ കുറവ് കൃത്യമായി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിലെല്ലാം നമ്മൾക്ക് ബോധ്യപ്പെട്ടതുപോലെ, നമ്മൾ കണ്ട കാഴ്ച പോലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വിഭാഗം പ്രവർത്തകന്മാർ ആസൂത്രിതമായി മുസ്ലിം ലീഗിന് വോട്ട് നൽകിയില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിക്കും BJPക്കും കോൺഗ്രസ് വോട്ടുകളിൽ ഗണ്യമായ ഒരു ശതമാനത്തിന്റെ വോട്ടുകൾ വഴിമാറിപ്പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അർഷുൽ അഹമ്മദ്, മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ താനൂരിലും തിരൂരിലും ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? അതെ, ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ എന്ന് പറയുന്നത് നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണ്. നേരെമറിച്ച് അവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ അറിയാം, കോൺഗ്രസിന് അല്പം സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് അവിടുന്ന് ഒരു വോട്ട് UDF-ൽ നിന്ന് കുറയുക എന്ന് മാത്രമല്ല, എതിർപക്ഷത്തേക്ക് ആ വോട്ടുകൾ നീങ്ങുകയാണ്. അപ്പോ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അത് മാത്രമല്ല, വർഗീയമായി ചില ചേരിതിരിവുകൾക്ക് തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ അന്തകനായ ഒരു പിതാവും പുത്രനും ആസൂത്രിതമായ ചില ശ്രമങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗോപിനാഥിനെ തവന്നൂരിൽ തോൽപ്പിക്കാൻ ഉൾപ്പെടെ, ഇത്തവണ MI ഷാനവാസിനെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ഉൾപ്പെടെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയ മലപ്പുറം ജില്ലയിലെ അതിപ്രഗത്ഭനായ കുപ്രസിദ്ധനായ ഒരു കോൺഗ്രസ് നേതാവ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പായി നടത്തിയ പ്രസ്താവനകൾ ഈ വിഭാഗത്തെ മാറി ചിന്തിപ്പിക്കാനും ET മുഹമ്മദ് ബഷീർ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും മൂല്യബോധമുള്ള ആദർശ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകനെതിരായി തെറ്റായ പ്രചരണങ്ങൾ ആളുകൾക്കിടയിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും ചില ചെറിയ ശതമാനം ആളുകൾക്കിടയിലെങ്കിലും സാധ്യമാക്കിയിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഅദനി ഫാക്ടർ കത്തി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനിയിൽ കഴിഞ്ഞ തവണ തൃത്താല എന്ന ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് കരുതപ്പെടുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ ഇക്കുറി ET മുഹമ്മദ് ബഷീറിന് ലീഡില്ലാത്ത ഒരേ ഒരു അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് തൃത്താലയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാറ്റേൺ വരുന്നത്? അപ്പോൾ ചോരുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ UDF വോട്ടുകൾ തന്നെയാണോ, അതോ LDF-ലെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതാണോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വോട്ടുകൾ ചോർന്നുവെന്ന് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. തൃത്താല മണ്ഡലം അങ്ങനെ ഇടതുപക്ഷ കേന്ദ്രീകൃതമായ ഒരു മണ്ഡലമാണ് എന്നത് യാഥാർത്ഥ്യമല്ല. തൃത്താല മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ കൂടെ UDF-ന്റെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെ കൂടെ ഒരു നിഴലായി പ്രവർത്തിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്ക് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ പറയാവുന്ന ഒരു പേരാണ് തൃത്താല MLA കോൺഗ്രസ് നേതാവ് ET ബൽറാമിന്റേത്. അദ്ദേഹം ചെയർമാൻ എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ നമ്മൾക്ക് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് കാണാനാകാത്ത രീതിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോടൊപ്പം ഈ പ്രചരണങ്ങളൊക്കെ നടക്കുകയും മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരോടൊപ്പം ലീഗ് പ്രവർത്തകനെ പോലെ പ്രവർത്തിച്ച UDF-ന്റെ പൊന്നാനി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ET ബൽറാമിനെ ഞങ്ങൾ ആദരപൂർവ്വം ഈ തരുണത്തിൽ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലല്ല, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും പ്രാദേശികമായ ലീഡർഷിപ്പിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ കുൽസിത ബുദ്ധിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. ആസൂത്രിതമായ ശ്രമങ്ങൾ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ, കാസർഗോഡ് അർഷുൽ അഹമ്മദ്, ദയവായി തുടരുക, താങ്കളേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ വർഗീസ് പുതുക്കുളങ്ങര ചേരുന്നു. വർഗീസ്, ഇവിടെ അർഷുൽ അഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ തൃത്താല MLA VT ബൽറാമിനായിരുന്നു പൊന്നാനി മണ്ഡലത്തിന്റെ പ്രചാരണ ചുമതല. പക്ഷേ ഇക്കുറിയും തൃത്താലയിൽ ETക്ക് ലീഡില്ല. മാത്രമല്ല, തൃത്താലയിൽ മാത്രമല്ല, തിരൂരും താനൂരിലുമെല്ലാം ലീഡ് കുറയുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ?
തീർച്ചയായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ലീഗിനെതിരായ ഒരു പ്രവർത്തനം നടത്തുവാൻ ഒരു സാധ്യതയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കേൾക്കാറുണ്ട്, പറയാറുണ്ട്. ഇപ്പോൾ തന്നെ വയനാട്ടിൽ തന്നെ വ്യാപകമായി പ്രചരണം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ അവിടെ വർക്ക് ചെയ്തു, MA ഷാനവാസിന് ലീഗിന്റെ വോട്ടുകൾ നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കന്മാരോ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും KPCC ശക്തമായി നടപടിയെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കാര്യത്തിൽ കർക്കശമായ നടപടി സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താങ്കൾ തന്നെ ആദ്യം പറയുന്നു അത്തരമൊരു നീക്കം നടന്നിട്ടില്ല എന്ന്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും പറയുന്നു. VM സുധീരൻ തന്നെ നേരിട്ട് ഈ മണ്ഡലങ്ങളിൽ പോവുകയും കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് വ്യക്തമായ താക്കീത് നൽകുകയും ചെയ്തതാണ്. എന്നിട്ട് കൂടി ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെടും. ഒരിക്കലുമല്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ കർക്കശമായ നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ വ്യക്തമില്ല. പക്ഷെ ET മുഹമ്മദ് ബഷീറിന് ഭൂരിപക്ഷം കുറഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്ത്യയിലാകമാനം ഒരു മോഡി തരംഗം വ്യാപകമായി ആഞ്ഞടിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ചിലപ്പോൾ അതും അവിടെയും പൊന്നാനിയിലും അത് ബാധിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. ഒരിക്കലും VT ബലറാമിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഒരിക്കലും മുസ്ലിം ലീഗിനെതിരെ ഒരു പ്രവർത്തനം നടത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അർസുൽ അഹമ്മദ്, വർഗീസ് പറയുന്നത് മോദി തരംഗമുണ്ടായതുകൊണ്ടാണ് ETയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്നാണ്. അത് ഞാൻ പറയട്ടെ, VT ബലറാം അങ്ങനെ ഒരു നീക്കം നടത്തുകയില്ലെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. ഞാൻ ആദ്യമേ സംസാരിക്കുകയെ പറഞ്ഞു, VT ബലറാം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര ശക്തമായി മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന ഒരു കോൺഗ്രസ് നേതാവ് അപൂർവമാണ് മലപ്പുറം ജില്ലയിൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെ MLA ആണെങ്കിൽ കൂടി മലപ്പുറം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് വളരെ സജീവമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് UDFന്റെ പ്രവർത്തകന്മാരോടൊപ്പം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ UDFന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഈ കേരളത്തിൽ വ്യാപകമായി ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാരിന് അനുകൂലമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പൊന്നാനിയിൽ മാത്രം നരേന്ദ്രമോദി ഇഫക്ട് ഉണ്ടായി എന്ന് പറയുന്നത് അതിശയകരമാണ്. അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശശി തരൂർ ഉൾപ്പെടെ MK രാഘവൻ ഉൾപ്പെടെ പരാജയപ്പെട്ട സുധാകരൻ ഉൾപ്പെടെ MI ഷാനവാസ് ഉൾപ്പെടെ ഷാനവാസിനെതിരായി ലീഗുകാർ നിലകൊണ്ടു എന്ന് പ്രചരണമുണ്ട് എന്ന് അദ്ദേഹം വെടികൾക്കടയിൽ പറഞ്ഞു. MI ഷാനവാസിന്റെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയം 100% മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ്. ഏറനാട് മണ്ഡലത്തിലാണ് 18,000 വോട്ട് MI ഷാനവാസിന് ലീഡ് നേടിയത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലാണ് MI ഷാനവാസിന് ഈ ഒരു വിജയം. ഇത്രമാത്രം എതിർപ്പുകളുള്ള, ഇത്രമാത്രം എതിർ പ്രചരണങ്ങളുള്ള കസ്തൂരി രംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതിന്റെ നമുക്കറിയാം, ഒരു പ്രത്യേക സമൂഹത്തിന്റെ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ MI ഷാനവാസിനെതിരായ ശക്തമായ തെരഞ്ഞെടുപ്പ് വിജയിച്ചുണ്ടായപ്പോ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് MI ഷാനവാസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ MP ആണ് എന്ന് പറയേണ്ടിടത്തിലേക്ക് ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ഊണും ഉറപ്പും ഉപേക്ഷിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് MI ഷാനവാസും MK രാഘവനും വിജയിച്ചത് എന്ന് മാത്രമല്ല, പരാജയപ്പെട്ട കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ശ്രീ സിദ്ദീഖ് അദ്ദേഹം പരാജയപ്പെട്ടപ്പോ അദ്ദേഹത്തിന് 55,000 വോട്ടുകളാണ് മുസ്ലിം ലീഗിന്റെ 2 നിയമസഭാ അംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മഞ്ചേശ്വരത്തും കാസർഗോഡ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഉദുമ മണ്ഡലത്തിലും മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കോൺഗ്രസിന് കാര്യമായ സ്വാധീനമില്ലാത്ത മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി കാസർഗോഡ് ലീഡ് നൽകുകയും കണ്ണൂരിൽ പരാജയപ്പെട്ട സുധാകരനും മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിലാണ്. കോൺഗ്രസിന്റെ അടിയേക്കുകളും രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പുണ്ടായിരുന്ന ചില കമന്റുകളുമാണ് സുധാകരന്റെ പരാജയത്തിന് കൂടുതൽ കാരണമായത് എന്നതും വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം കൂടി കോൺഗ്രസിലെ ഒരു വിഭാഗം ഏറ്റെടുക്കാൻ നിർബന്ധിതരാണ് എന്ന് ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ട് പറയാണ്. അർസുൽ അഹമ്മദ്, ദയവായി തുടരുക. അപ്പോൾ ഷാജി മഠത്തിലെ എന്നൊരു പ്രേക്ഷകനുണ്ട് റിയാദിൽ നിന്ന്. ഷാജി, പ്രതികരിക്കൂ. ഹലോ, പറഞ്ഞോളൂ. ഇവിടെ മൊത്തത്തിൽ പൊന്നാനിയിൽ വോട്ട് ചോർന്നു എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ വോട്ട് ചേർന്നു എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അതായത് ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസ് വോട്ട് ചോർത്തി എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയുണ്ടെങ്കിൽ കണ്ണൂര് സുധാകരന് അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം, അവിടെ ഉണ്ടായിരുന്ന പരാജയവും ലീഗിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചോർച്ച ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിശ്വാസം ശരിയല്ല എന്നുള്ളതാണ് എന്റെ
ഒരഭിപ്രായം. റൈറ്റ് ഷാജി, വളരെ അധികം നന്ദി പ്രതികരിച്ചതിന്. നാരായണൻ വിളിയങ്കോടുണ്ട് ഇപ്പോൾ. നാരായണൻ വിളിയങ്കോട്, തൃത്താല ആയിരുന്നു ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് മേൽക്കെയുള്ള ഒരു മണ്ഡലം. പക്ഷേ ഇക്കുറി തിരൂരും താനൂരുമെല്ലാം ലീഗ് പുറകോട്ടേക്ക് പോയിരിക്കുന്നു. ലീഗ് ആരോപിക്കുന്നത് കോൺഗ്രസ് വോട്ട് ചോർത്തി LDF നൽകി എന്നാണ്. പ്രത്യേകിച്ചും മുൻപ് കോൺഗ്രസ്സുകാരനായ ഒരാൾ LDF സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കെ. എന്താണ് താങ്കളുടെ നിലപാട്? ശ്രീ നാരായണനിലേക്ക് തിരികെ എത്താം. വർഗീസ്, ഇവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം, തൃത്താലയിൽ VT ബൽറാം ആണ് ജയിച്ചതെങ്കിലും തൃത്താല പൊതുവെ ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ്. തൃത്താലയിലും മാത്രമല്ല താനൂരിലും തിരൂരിലും ഇത് സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ ഒരു വശത്ത് VM സുധീരൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മണ്ഡലത്തിലെത്തി പ്രവർത്തകർക്ക് താക്കീത് നൽകുന്നു എന്ന് വരുമ്പോൾ ഇത് വളരെ വ്യക്തമാവുകയാണ്. ഈ ഭൂരിപക്ഷം കുറയുന്ന ഒരു പ്രവണത വളരെ വ്യക്തമാവുകയാണ്. കോൺഗ്രസ്കാരനായ ഒരാൾ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംശയം ഉയരേണ്ടതാണ്. കേരളത്തിലാകമാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് പല സ്ഥലങ്ങളിലും ആലപ്പുഴയടക്കം കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴികെ ബാക്കി എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും UDFന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയാണ്. ഏറ്റവും അതിന്റെ ഉദാഹരണം കോട്ടയത്ത് ശ്രീ ജോസ് കെ മാണി 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം വാങ്ങിക്കുവാനുണ്ടായത് കേരള കോൺഗ്രസിന്റെ മാത്രം പ്രവർത്തനമാണോ? അല്ല. കോൺഗ്രസ് മുൻകൈയെടുത്ത് കോൺഗ്രസിന് ആധിപത്യമുള്ള മേഖലയെ മുഖ്യമന്ത്രി അടക്കം പ്രതിദാനം ചെയ്യുന്ന ആ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ തരത്തിലൊരു ഭൂരിപക്ഷം മേടിക്കുവാൻ ഇടയായത്. പൊന്നാനിയിൽ ഉണ്ടായത് തീർച്ചയായും ചില സാങ്കേതികമായ ചില കാരണങ്ങളുടെ പേരിൽ ആരെങ്കിലും വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒഴിച്ചാൽ അവിടെ കോൺഗ്രസ് ശ്രീ തൃത്താല MLA നേതൃത്വത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റൈറ്റ്. നാരായണൻ വിളിയങ്കോടുണ്ട് ഇപ്പോൾ. നാരായണൻ വിളിയങ്കോട്, മുൻപ് കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ LDF സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ വോട്ടുകൾ LDFന് അനുകൂലമായി ചോർന്നു എന്നാണ് ലീഗിന്റെ നിലപാട്. ഒരു കാലത്തും അങ്ങനെ സംഭവിക്കില്ല എന്ന് കോൺഗ്രസും വാദിക്കുന്നു. എന്താണ് താങ്കൾ കരുതുന്നത്? പൊന്നാനി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇടതുപക്ഷ സ്വതന്ത്രനാണ് മത്സരിച്ചിരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവർ നടത്തിയിട്ടുള്ള പ്രചരണം അത് ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. സ്വാഭാവികമായി നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുജറാത്ത് ആവർത്തിക്കുമെന്നുള്ള ഒരു പേടി, ഫാസിസത്തിലേക്ക് ഇന്ത്യയെ നയിക്കുമെന്നുള്ളൊരു പേടി മൊത്തം ജനവിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് കേരളത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് വളരെ തീവ്രമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രചരണം നടത്തിയത്. മാത്രമല്ല UDFനും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും മാത്രമാണ് നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയുമാണ് എല്ലാ സ്ഥലത്തും നടന്നിട്ടുള്ളത്. ഈ മലപ്പുറം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തും പൊന്നാനിയിലും അവര് വളരെ ന്യൂനപക്ഷ വർഗീയതയെ പരമാവധി പ്രീണിപ്പിക്കുന്ന രീതിയിലാണ് പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ മലപ്പുറത്ത് അവരുടെ പ്രചരണം ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം